ഹായ് ഫ്രണ്ട്സ്, റോസ് ഇൻ സ്പേസിലെ 17-ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. മാർസ്ലീവ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ ലക്ഷ്മി എന്ന വനിതാ ഡോക്ടർ ഈയിടെ ആത്മഹത്യ ചെയ്ത വിവരം നാമെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പും 2 കുട്ടികളെ കൊണ്ട് ഒരു ഷൈനി എന്ന സ്ത്രീ ട്രെയിന് മുന്നിൽ ആത്മഹത്യ ചെയ്തതും അഡ്വക്കേറ്റായ ഒരു സ്ത്രീ സ്വയം ജീവനൊടുക്കിയതും മറ്റും നാം അറിഞ്ഞു. ഈ CJ റോയി, വിസ്മയ, ഇങ്ങനെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നതായി ഓരോ ദിവസത്തിലെയും വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നാം അറിയുന്നുണ്ട്. ഇവയെല്ലാം വാർത്തകളിൽ നിറഞ്ഞ സംഭവങ്ങളാണ്. എന്നാൽ വാർത്തകളിൽ വരാത്ത ഒരുപാട് ആത്മഹത്യകളും ഉണ്ട്. എൻ്റെ വീടിനടുത്തുള്ള ഒരു കുട്ടി ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ആ ആത്മഹത്യയൊന്നും വലിയ വാർത്തയായില്ല. അപ്പോൾ വാർത്തയാവാത്ത, ആരും അറിയാത്ത ഒരുപാട് ആത്മഹത്യകളും നമ്മുടെ ചുറ്റും നടക്കുന്നു. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും കൗമാരക്കാരായ കുട്ടികളും എല്ലാം ആത്മഹത്യയെ പ്രവണത കാണിക്കുന്നുണ്ട്. കണക്കുകൾ അനുസരിച്ച് സ്ത്രീകൾക്കാണ് ആത്മഹത്യാ പ്രവണത കൂടുതലെങ്കിലും പുരുഷന്മാരാണ് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്. പുരുഷൻ പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളിലാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ സ്ത്രീകൾ കുറച്ചു കാലത്തെ തയ്യാറെടുപ്പുകളിലൂടെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. പലവട്ടം ആലോചിച്ച് ഒടുവിൽ രക്ഷപ്പെടാനെന്നോണം ആണ് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നാം പറയുമ്പോഴും ആത്മഹത്യ ചെയ്തവർ ആരും ഇതൊരു പരിഹാരമായി തോന്നിയിട്ടില്ല. ഒരുപക്ഷെ അവരെല്ലാം ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുണ്ടാകാം. അവരോടൊപ്പം നിൽക്കേണ്ടവർ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം. അവർക്ക് തുടർന്നും ജീവിക്കാൻ ഒരു പ്രതീക്ഷയും ചുറ്റും കണ്ടില്ല. ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കില്ല. അവരെ ആരും വിശ്വസിച്ച് കാണില്ല. അവരോട് ചുറ്റുമുള്ളവർ കാണിച്ച സ്നേഹത്തിൽ അവർ ആത്മാർത്ഥത കണ്ടു കാണില്ല. അവർ അവരെ കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചാൽ സമൂഹത്തിൽ നിന്നും ഒരുപാട് ചോദ്യചരങ്ങൾ നേരിടേണ്ടി വരും. കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും. നമ്മൾ ജീവിക്കാത്ത കാര്യങ്ങൾ നമ്മൾക്ക് വെറും കഥകളായിരിക്കാം. ജീവിക്കാൻ അപാരമായ ധൈര്യം ആവശ്യമാണ്. ഈ ധൈര്യം പെട്ടെന്നുണ്ടാകുന്നതല്ല. ചെറുപ്പത്തിൽ തന്നെ ഈ ധൈര്യം നേടേണ്ടതുണ്ട്. അവരുടെ വളർച്ചയിൽ ഈ ജീവിക്കാനുള്ള ധൈര്യം അവർ നേടിയിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ അവർക്ക് അറിവില്ലായിരിക്കാം. ചുറ്റുമുള്ള കാപട്യങ്ങളെ അതിജീവിക്കാൻ അവർക്ക് സാധിച്ചില്ല. അത്ര തന്നെ. ഇനിയും ഇങ്ങനെയുള്ള ഒരു ആത്മഹത്യകളും ഉണ്ടാകരുതെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. മറ്റുള്ള ഒരാളുടെ ജീവിത പ്രതീക്ഷയുടെ അവസാനത്തിന് നമ്മളൊരു കാരണമായിരിക്കരുത്. ഒരു കൈത്താങ്ങാകാൻ, ഒരു മിന്നൽ വെളിച്ചമെങ്കിലും ആകാൻ നമുക്ക് സാധിക്കട്ടെ.